യേശുമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പ് വിചാരത്തിലേക്ക് സ്വാഗതം. മിസ്റ്റർ പൗലോസ് ശ്ലീഹ എഫെസസുകാർക്ക് എഴുതിയ ലേഖനം 4:22 വാക്യം. നിങ്ങളുടെ പഴയ ജീവിതത്തിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ അറിയുവിൻ. ഒരു നോമ്പുകാലവും രൂപാന്തരണത്തിൻ്റെ കാലമാണ്. വൃക്ഷങ്ങൾ അതിൻ്റെ ഇലകൾ പൊഴിക്കുന്നത് പോലെ പഴയ ജീവിതത്തെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ ജീവിതം ധരിക്കാൻ കർത്താവ് ക്ഷണിക്കുന്ന കാലം. എന്താണ് രൂപാന്തരീകരണം? ഈശോയുടെ സഹനങ്ങളിൽ ഐക്യപ്പെടുമ്പോൾ രൂപാന്തരീകരണമാണ് സാധ്യമാകുന്നത്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം വാക്യം. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാക്കിയാൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും നമ്മളോട് കരുണ കാണിക്കുകയും ചെയ്യും, എല്ലാത്തിൽ നിന്നും ശുദ്ധീകരിക്കുകയും ചെയ്യും. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.